ടൂത്ത് ബ്രഷ് വാങ്ങുമ്പോൾ നിറം മാത്രം നോക്കുന്നവരാണോ നിങ്ങൾ? കടയിൽ നിന്ന് ബ്രഷ് വാങ്ങുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ട്. ബ്രഷിൻ്റെ ബ്രിസിൽസിനുള്ള പ്രത്യേകത അനുസരിച്ചുകൊണ്ട് 4 വിധത്തിലാണ് ബ്രഷ് ഉള്ളത്. ഹാർഡ്, മീഡിയം, സോഫ്റ്റ് ആൻഡ് അൾട്രാ സോഫ്റ്റ്. ഹാർഡായിട്ടുള്ള ബ്രിസിൽസ് ഉള്ള ബ്രഷാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ നിർത്തി സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷ് ഉപയോഗിച്ച് തുടങ്ങണം. ഹാർഡായിട്ടുള്ള ബ്രിസിൽസ് ഉള്ള ബ്രഷ് ഉപയോഗിക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷ് ഉപയോഗിക്കുവാൻ കുറച്ച് പ്രയാസമുണ്ടാവും. അങ്ങനെയുള്ളവർ മീഡിയം ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് കുറച്ചു കാലം ബ്രഷ് ചെയ്യുക. അതിനുശേഷം സോഫ്റ്റ് ആയിട്ടുള്ള ബ്രിസിൽസ് ഉള്ള ബ്രഷ് ഉപയോഗിച്ച് തുടങ്ങുക. അടുത്തതാണ് ബ്രിസിൽസിനുള്ള പാറ്റേൺസ്. ക്രിസ് ക്രോസ് പാറ്റേണിലുള്ള ബ്രിസിൽസ് ഉള്ള ബ്രഷ് ഉപയോഗിക്കുമ്പോൾ കുറച്ചും കൂടെ ക്ലീനിങ് എഫിഷ്യൻസി കൂടും. അടുത്തതാണ് ബ്രഷിൻ്റെ നെക്ക്. ബ്രഷിൻ്റെ നെക്ക് കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആണെങ്കിൽ അത് ക്ലീനിങ്ങിന് കുറച്ചും കൂടെ സഹായകരമാണ്. അടുത്തതാണ് ബ്രഷിൻ്റെ ഹാൻഡിൽ. കുറച്ചും കൂടെ ഗ്രിപ്പുള്ള ഹാൻഡിൽ ഉള്ള ബ്രഷ് ഉപയോഗിക്കുന്നതാണ് ക്ലീനിങ്ങിന് കുറച്ചും കൂടെ ഉത്തമം. ബ്രഷിംഗ് ടെക്നിക്കുകൾ ഓരോരുത്തരിലും വ്യത്യാസപ്പെട്ടിരിക്കും. കുട്ടികളിൽ ബ്രഷ് ചെയ്യുന്ന രീതിയല്ല മുതിർന്നവരിൽ എത്തുമ്പോൾ. മുതിർന്നവരിൽ തന്നെ ബ്രഷിംഗ് സ്റ്റൈല് വ്യത്യാസപ്പെട്ടിരിക്കും. ബ്രഷിംഗ് ടെക്നിക്ക് കൃത്യമായി ഓരോരുത്തർക്കും പറ്റിയത് ഏതാണെന്ന് അറിയണമെങ്കിൽ ഒരു ഡെന്റിസ്റ്റിനെ തന്നെ സമീപിക്കുക.